Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിൻ്റെ 3rd ചാപ്റ്ററാണ്. അതായത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനും അതുപോലെ തന്നെ +1ൻ്റെ എക്സാമിനും എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. The first question is write the differences between path length or distance and displacement. അതായത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ പാത്ത് ആണ്, അല്ലെങ്കിൽ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽ ബൈ ദ ഒബ്ജക്റ്റ് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലേ? എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, അത് ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും തമ്മിലുണ്ടാവുന്ന ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, ഓർ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. ഇനി എന്തൊക്കെയാണ് ഡിഫറൻസുകൾ നോക്കാം. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് ഇറ്റ് ഹാസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോ ഡയറക്ഷൻ. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെയാണ്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇറ്റ് ഹാസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അടുത്ത ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ കേസ് എടുത്താൽ ഡിസ്റ്റൻസ് ക്യാൻ നെവർ ബി നെഗറ്റീവ് ഓർ സീറോ. ഡിസ്റ്റൻസ് ഒരിക്കലും എന്താവില്ല, സീറോയോ നെഗറ്റീവോ ആവില്ല. എന്നാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി സീറോ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, സീറോയോ പോസിറ്റീവോ നെഗറ്റീവോ ആവാം. അതൊരു ഡിഫറൻസ് ആണ്. അതുപോലെ തന്നെ ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ കേസിൽ ഡിസ്റ്റൻസ് ഒരിക്കലും ടൈമിനനുസരിച്ചിട്ട് ഡിക്രീസ് ചെയ്യില്ല. ഓക്കെ, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈമിനനുസരിച്ച് ഡിക്രീസ് ചെയ്യാം. അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിക്രീസ് ചെയ്യുന്നത്, അതായത് ബോഡി എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, ഇനീഷ്യൽ പൊസിഷനിലേക്ക് തിരിച്ച് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, യെസ്, ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ഡിക്രീസിങ് വിത്ത് ടൈം എന്ന് പറയാം. ഇനി ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം അല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, മിനിമം ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഇത്രയും കുറച്ച് പോയിൻറ്റ്സ് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 4 pairs ഓഫ് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് എ ബോഡി along x-axis are given. വിച്ച് പെയർ ഗീവ്സ് എ പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ എങ്ങനെ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻസ് ഓഫ് ദ ബോഡിയാണ് തന്നിട്ടുള്ളത്. അതായത് 4 സെറ്റ് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തന്നിട്ടുണ്ട്. അവയുടെ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഏത് വാല്യൂവിനാണ് നമുക്ക് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ പെയർസ് എന്ന് പറയുന്നത് എ -10 മീറ്റർ ആൻഡ് 15 മീറ്റർ ആണ്, ബി -5 മീറ്റർ ആൻഡ് -12 മീറ്റർ, സി 2 മീറ്റർ ആൻഡ് -5 മീറ്റർ, ദെൻ ഡി 2 മീറ്റർ ആൻഡ് 1 മീറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറ്റുക, അതായത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷനാണ് കാണേണ്ടത് ഇവിടെ, അല്ലേ? അപ്പോൾ ആദ്യത്തെ സെറ്റ് എടുത്ത് നോക്കാം. ആദ്യത്തെ സെറ്റിൽ ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് -10 മീറ്ററും ഫൈനൽ പൊസിഷൻ 15 മീറ്ററുമാണ്. അപ്പോൾ എങ്ങനെ കാണാം, ഫൈനൽ മൈനസ് ഇനീഷ്യൽ, അപ്പോൾ ഫൈനൽ എത്രയാണ്, +15 മൈനസ് എന്ത് ചെയ്യണം, -10 ആണ്. അപ്പോൾ അത് എത്ര കിട്ടുക, മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ അവിടെ പ്ലസ് ആയി, അല്ലേ? അപ്പോൾ 15 + 10 എന്ന് കിട്ടും. സോ ദാറ്റ് വിൽ ബി 25. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് പോസിറ്റീവ്. അപ്പോൾ ആൻസർ ഏതാണ് വരുന്നത്, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നത് ഫസ്റ്റ് തന്നിട്ടുള്ള പെയറാണ്, അതായത് -10 മീറ്റർ ആൻഡ് 15 മീറ്റർ. ഇത്രയാണ് കാണാനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ബോഡി കംപ്ലീറ്റ്സ് 1 ഫുൾ റൊട്ടേഷൻ ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് ആർ. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് ഒരു ബോഡി എന്താണ്, സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ റേഡിയസ് r ആണ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ദ വാല്യൂസ് ഓഫ് ഇറ്റ്സ്, എന്തൊക്കെ കാണാനുള്ളത്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാണാനുള്ളത്. അപ്പോൾ ഒരു സർക്കുലർ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ റേഡിയസ് r ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എങ്ങനെ കാണുക, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അത് എത്ര ദൂരം ടോട്ടൽ ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ സർക്കംഫറൻസ് കണ്ടാൽ മതി, അല്ലേ? 2πr ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും ഒന്ന് തന്നെയാണ്, കാരണം അത് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും സെയിം ആയതുകൊണ്ട് എന്തായിരിക്കും, ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി 0. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ ബോഡി ഈസ് മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് ഓഫ് റേഡിയസ് 10 meter ആസ് ഷോൺ ബിലോ. ഇഫ് ഇറ്റ് ട്രാവൽസ് ഫ്രം എ ടു ബി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദ ബോഡി. അപ്പോൾ എങ്ങനെ പറഞ്ഞിട്ടുള്ളത്, ഒരു ബോഡി സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെ റേഡിയസ് 10 meter ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ട്രാവൽ ചെയ്യുന്നത് എ മുതൽ ബി വരെയാണ്, എ ടു ബി ആണ് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കാണണം. അപ്പോൾ എങ്ങനെ കാണാൻ പറ്റും? ഡിസ്റ്റൻസ് പറഞ്ഞാൽ എങ്ങനെയാണ്, എ ടു ബി ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റൻസാണ് കാണേണ്ടത്. അപ്പോൾ അത് എന്തിൻ്റെ സർക്കംഫറൻസ് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു സർക്കിളാണ് ട്രാവൽ ചെയ്തത് അല്ലേ, അപ്പോൾ അതിൻ്റെ പകുതി മാത്രം ട്രാവൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് നമുക്ക് കണ്ടാൽ മതി. അപ്പോൾ എന്ത് ചെയ്യാം, 2πr/2 ചെയ്യാമല്ലോ. സോ πr കണ്ടാൽ മതി. സോ 3.14 ഇൻറ്റു ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. സോ ദാറ്റ് ഈസ് 10. സോ 3.14 ഇൻറ്റു 10 എന്ന് കിട്ടും. സോ 31.4 meter ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് അതെന്താണ്, പകുതി മാത്രമേ ട്രാവൽ ചെയ്തിട്ടുള്ളൂ എ ടു ബി എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും, അതിൻ്റെ പകുതി, സർക്കിളിൻ്റെ പകുതി ഡിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കാണാം, എ മുതൽ ബി വരെയാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഡയമീറ്റർ അല്ലേ? യെസ്, എ ബി എന്ന് പറയുന്നത് അവിടുത്തെ ഷോർട്ടസ്റ്റ്, എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമല്ലോ. സോ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്നുണ്ടെങ്കിൽ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ കണ്ടാൽ മതി. സോ ദാറ്റ് വിൽ ബി 2r. r എന്ന് പറയുന്നത് 10 ആണ്. സോ 2 ഇൻറ്റു 10 ദാറ്റ് വിൽ ബി 20 meter. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ആവറേജ് വെലോസിറ്റി. എന്താണ് ആവറേജ് വെലോസിറ്റി? ആവറേജ് എന്ന് പറയുമ്പോൾ എങ്ങനെ കണ്ടാൽ മതി, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ് വിച്ച് ദ മോഷൻ ടേക്ക് പ്ലേസ്. അല്ലെങ്കിൽ എങ്ങനെ എഴുതിയാൽ മതി, ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെൽ. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് വെലോസിറ്റി കിട്ടും. അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, വെലോസിറ്റി വെക്റ്റർ വി ആണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു x2 മൈനസ് x1 ബൈ t2 മൈനസ് t1 ആണ്. x2 എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് x1 ഫൈനൽ ഇനീഷ്യൽ പൊസിഷൻ ഡിവൈഡഡ് ബൈ ഫൈനൽ ടൈം ഇൻ്റർവെൽ മൈനസ് ഇനീഷ്യൽ ടൈം ഇൻ്റർവെൽ t1. സോ ദാറ്റ് വിൽ ബി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ആവറേജ് സ്പീഡ്. അപ്പോൾ ആവറേജ് സ്പീഡാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആവറേജ് വെലോസിറ്റി പറഞ്ഞതുപോലെ തന്നെയാണ് ആവറേജ് സ്പീഡ്. അവിടെ എന്താണ്, ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ എന്തായി മാറും, അത് പാത്ത് ലെങ്ത് അല്ലേ. അപ്പോൾ എങ്ങനെ കിട്ടും, ടോട്ടൽ പാത്ത് ലെങ്ത് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെല്ലാണ് ആവറേജ് സ്പീഡ്. അപ്പോൾ അതിനെങ്ങനെ ഡിഫൈൻ ചെയ്യാം, ആവറേജ് സ്പീഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ പാത്ത് ലെങ്ത് ട്രാവൽ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ടൈം ഇൻ്റർവെൽ ഡ്യൂറിങ് വിച്ച് ദ മോഷൻ ഹാസ് ടേക്കൺ പ്ലേസ്. ക്ലിയർ? Now we have another question. The question is write the difference between average speed and velocity. Average speedും average velocity തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇവിടെയും ഡിഫറൻസസ് വരുന്നത് അല്ലേ. കാരണം ഒന്ന് ആവറേജ് സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, യെസ് ദാറ്റ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി. കാരണം ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് വരുന്നത് അല്ലേ. എന്നാൽ ആവറേജ് വെലോസിറ്റി ആകുമ്പോൾ എന്താണ്, അത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ഫസ്റ്റ് ഡിഫറൻസ് നമുക്ക് അങ്ങനെ എഴുതാം, ആവറേജ് സ്പീഡ് ഈസ് എ സ്കാലാർ ബൈ ആവറേജ് വെലോസിറ്റി ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അടുത്ത കേസിൽ എന്ത് പറയാം, ഒരു മൂവിങ് ബോഡിയുടെ കേസിൽ സ്പീഡ് ക്യാൻ നെവർ ബി 0 ഓർ നെഗറ്റീവ് വൈൽ വെലോസിറ്റി ക്യാൻ ബി 0 പോസിറ്റീവ് ഓർ നെഗറ്റീവ്. അതായത് മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് എന്താവാം, ക്യാൻ നെവർ ബി 0 ഓർ നെഗറ്റീവ്, 0യോ നെഗറ്റീവോ ആവാൻ പാടില്ല. എന്നാൽ വെലോസിറ്റി എന്തൊക്കെയാവാം, 0യോ പോസിറ്റീവോ നെഗറ്റീവോ ആവാം. അതുപോലെ തന്നെ സ്പീഡ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, now we have another question. A car travels from A to B at 60 km/h and returns to A at 90 km/h. What is the average velocity and average speed? ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, ഇനീഷ്യലി എന്ത് ചെയ്യുന്നുണ്ട്, കാറ് എ മുതൽ ബി വരെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിവിടെ നമ്മൾ എ ടു ബി എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി എത്രയാണ്, 60 km/h ട്രാവൽ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ബിയിൽ നിന്ന് എയിലേക്ക് 90 km/h തിരിച്ച് വരുന്നത്. അവിടെ ഉണ്ടാവുന്ന ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡുമാണ് കാണേണ്ടത്. അപ്പോൾ അത് എയിൽ നിന്ന് ബിയിലോട്ട് പോയി ബിയിൽ നിന്ന് തിരിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, എയിൽ തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും എന്തായിരിക്കും,
സെയിം ആണ് അല്ലേ. അപ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ് വരിക? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റി എന്തായിരിക്കും? യെസ്, ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. റീസൺ മനസ്സിലായല്ലോ. കാരണം അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 0 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കും. എന്നാൽ ആവറേജ് സ്പീഡ് എങ്ങനെ കാണാം? ടോട്ടൽ പാത്ത് ലെങ്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻ്റർവെല്ലാണ്. ടോട്ടൽ പാത്ത് ലെങ്ത് എന്ന് പറയുമ്പോൾ അത് ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ദൂരം കാണണം. അതായത് എ ടു ബി എന്ന് പറയുന്നത് ഡി ആണ് ഡിസ്റ്റൻസ് നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അത് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്? എ മുതൽ ബി വരെ ട്രാവൽ ചെയ്യുന്നുണ്ട്, പ്ലസ് ബി ടു എയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡി പ്ലസ് ഡി ആണ് അല്ലേ വരിക. സോ 2D ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2, അതായത് ടോട്ടൽ ടൈം ഇൻ്റർവെല്ലാണ് കാണേണ്ടത്. അപ്പോൾ ടോട്ടൽ ടൈം ഇൻ്റർവെൽ എന്ന് പറയുന്നത് നമുക്കിവിടെ വെലോസിറ്റി അറിയാം, ടൈം നമുക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ വെലോസിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ. സോ അതിന് ടൈം എങ്ങനെ കാണാൻ പറ്റും? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്ന് എഴുതാമല്ലോ. സോ ഡി ബൈ V1 പ്ലസ് ഡി ബൈ V2 എന്ന് എഴുതാം. ക്ലിയർ ആയല്ലോ അല്ലേ. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അപ്പോൾ അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടൈം ഇസ് ഈക്വൽ ടു യെസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്ന് കിട്ടും. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ എത്ര കിട്ടുന്നത്? 2D ഡിവൈഡഡ് ബൈ ഡി ബൈ V1 പ്ലസ് ഡി ബൈ V2 എന്നാണ് കിട്ടുന്നത്. അവിടെ LCM എടുക്കുക അല്ലെ, V1 V2 എന്ന് പറയുന്നത്. എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2V1 V2 ഡിവൈഡ് ബൈ V1 പ്ലസ് V2 എന്ന് കിട്ടും. ഇനി അതിൽ V1 V2ൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 2 × 60 × 90 ഡിവൈഡ് ബൈ 60 പ്ലസ് 90 ആണ് വരുന്നത്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി നോക്കൂ, എത്രയാണ് കിട്ടുന്നത്? യെസ്, 72 km/h ആണ്. ഇനി km/hനെ നമ്മൾ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. എങ്ങനെ കൺവേർട്ട് ചെയ്യുക? കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1000 മീറ്റർ ആണ്. സോ 1000 ഡിവൈഡഡ് ബൈ ഒരു അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ് ഇൻറ്റു 60 സെക്കൻഡ് ആണ്. സോ 1000 ഡിവൈഡഡ് ബൈ 60 × 60 എന്ന് വരും അല്ലേ. അതിൽ സീറോസ്, അതായത് 60 × 60 എന്ന് പറയുമ്പോൾ 3600 എന്ന് വരും. ദെൻ 1000 ഡിവൈഡഡ് ബൈ 3600 എന്ന് വരും. അതിലത്തെ സീറോസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എത്രയായിരുന്നു? യെസ്, 5/18 ആണ് അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സോ ആൻസർ എങ്ങനെ എഴുതാൻ പറ്റും? 72 km/hന് പകരം എങ്ങനെ എഴുതാം? 72 × 5/18 എന്ന് എഴുതാം. സോ ദാറ്റ് വിൽ ബി 20 m/s. അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. എന്താണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി? ആ ക്വസ്റ്റ്യൻ തന്നെ കിട്ടും അല്ലേ. വെലോസിറ്റി അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻസ്റ്റൻറ്റേനിയസ്, ഒരു പ്രത്യേക ഒരു ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാവുന്ന വെലോസിറ്റിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ ദ വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? V is equal to ലിമിറ്റ് ഡെൽറ്റ t ടെൻസ് ടു 0 ഡെൽറ്റ x ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഓർ V is equal to dx ബൈ dt ഈക്വൽ ആയിരിക്കും. The next question is when does the average velocity become equal to instantaneous velocity? അതായത് എപ്പോഴാണ് ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് ഈക്വൽ ആവുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവിടെ എന്ത് ചെയ്താൽ മതി? അവിടുത്തെ ടൈം ഇൻ്റർവെൽ എന്ത് ചെയ്യുക? നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ് അല്ലേ. എന്നിട്ടൊരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഡെൽറ്റ ടി 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റി എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. സോ വെൻ ദ ടൈം ഇൻ്റർവെൽ ഡെൽറ്റ ടി ടെൻസ് ടു 0 ദ ആവറേജ് വെലോസിറ്റി ബിക്കം ഈക്വൽ ടു ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. ദാറ്റ് ഈസ് V is equal to ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ a ബൈ ഡെൽറ്റ ടി. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു dx ബൈ dt. The next question is the speedometer of a vehicle shows dash. സ്പീഡോമീറ്റർ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളെല്ലാ വെഹിക്കിളിലും കണ്ടിട്ടുള്ള കാര്യമാണ് അല്ലേ സ്പീഡോമീറ്റർ. അപ്പോൾ അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? യെസ്, സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് മെഷർ ചെയ്യാനാണ് സ്പീഡോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ആൻസർ ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ യൂണിഫോം മോഷൻ. എന്താണ് യൂണിഫോം മോഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ഒബ്ജക്റ്റ്, ഒരു സ്ട്രേറ്റ് ലൈൻ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം, അതായത് തുല്യ സമയത്തിനുള്ളിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും തുല്യമാണെന്നുണ്ടെങ്കിൽ ദേ ആർ സെഡ് ടു ബി ഇൻ യൂണിഫോം മോഷൻ. അതായത് ഒരു സ്ട്രേറ്റ് ലൈൻ മോഷൻ്റെ കേസിലുണ്ടാവുന്ന ഇപ്പോൾ ഒരു വെഹിക്കിള് അത് ട്രാവൽ ചെയ്യുന്നത് ഇപ്പോൾ ആദ്യത്തെ ഒരു 5 സെക്കൻഡിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ ട്രാവൽ ചെയ്യുന്നതും അടുത്ത 5 മിനിറ്റിൽ
ട്രാവൽ ചെയ്യുന്നതും ഒരേ ഡിസ്റ്റൻസാണ്. അങ്ങനെ ഓരോ ഇൻ്റർവെൽസ് ഓഫ് ടൈമിലും അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് യൂണിഫോം മോഷനിലാണെന്ന് പറയാം അല്ലേ. സോ ഇഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത്, അതായത് 3 കേസസ് തന്നിട്ടുണ്ട്, അവയുടെ പൊസിഷൻ ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് താഴെ കാണാൻ കഴിയും ഫസ്റ്റ് കേസിലുള്ളത് യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയാണ്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എക്സ് ആക്സിസിൽ നമ്മൾ ടൈമാണ് എടുക്കുന്നത്, അതേപോലെ വൈ ആക്സിസിലാണ് പൊസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ എങ്ങനെയാണ്, അത് യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയാണ്. അപ്പോൾ പോസിറ്റീവ് വെലോസിറ്റി ആകുമ്പോൾ എന്താണ്, ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യണം അല്ലേ, ഒരേ റേറ്റിലാണ്. അപ്പോൾ നമുക്ക് ഇനീഷ്യലി ഇറ്റ് വിൽ ബി 0. സോ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത കേസിൽ യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റിയാണ്, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ലേ, നെഗറ്റീവാണ്. വെലോസിറ്റി വിൽ ബി എന്താണ്, ഡിക്രീസിങ്. ഓക്കെ. അപ്പോൾ അവിടെ നെഗറ്റീവ് വെലോസിറ്റിയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊസിഷൻ എപ്പോഴും വൈ ആക്സിസിലും ടൈം എലോങ് എക്സ് ആക്സിസ് ആണ്. അടുത്ത കേസിൽ റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്. അപ്പോൾ റെസ്റ്റിലിരിക്കുന്നത് എങ്ങനെയായിരിക്കും, അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ടാവില്ല, ടൈം മാറുന്നതിനനുസരിച്ചിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല, ഒരേ പൊസിഷനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. അപ്പോൾ ആ 3 ഗ്രാഫുകൾ വരച്ചു പഠിക്കുക. ഇത് മാത്രമല്ല അടുത്ത വരുന്ന ഗ്രാഫുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ. അടുത്തത് വീണ്ടും ഗ്രാഫുകളാണ്. അതായത് ഫസ്റ്റ് വണ് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനിലുള്ളൊരു പൊസിഷൻ ടൈം ഗ്രാഫാണ്. അപ്പോൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്, എന്താണ്, പൊസിഷൻ ഈസ് ടേക്കൺ അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് എക്സ് ആക്സിസ്. അപ്പോൾ അവിടെ കിട്ടുന്ന ഗ്രാഫ് എങ്ങനെയാണ്, സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദ എക്സ് ആക്സിസ് ആയിരിക്കും. ദാറ്റ് ഈസ് എ സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദ ടൈം ആക്സിസ് ആണ് അതിൻ്റെ ആൻസർ. അതുപോലെ തന്നെ ഇനി നമുക്ക് തന്നിട്ടുള്ള ഒരു പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക നോക്കാം. അതായത് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ഡാഷ്. അപ്പോൾ ഇവിടെ സെയിം ഗ്രാഫാണ്, അതിൻ്റെ ഒരു സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ, സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കുക, y/x ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു ചെറിയൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതിൽ പൊസിഷൻസ് മാർക്ക് ചെയ്യാം. അതായത് y2 - y1/x2 - x1 കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ എന്താ കിട്ടുന്നത്, വൈ ആക്സിസിലുള്ളത് പൊസിഷനാണ്. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ ബൈ ചേഞ്ച് ഇൻ വെലോസിറ്റി, ചേഞ്ച് ഇൻ ടൈം അല്ലേ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തായിരിക്കും, പൊസിഷൻ ബൈ ടൈം എന്ന് പറയുമ്പോൾ അവിടുത്തെ വെലോസിറ്റിയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. അടുത്തത് വീണ്ടും ഗ്രാഫാണ്, ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം മോഷനിലുള്ള ഒരു ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താണ്, ടൈം ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ്. അപ്പോൾ വെലോസിറ്റിയാണ് വൈ ആക്സിസിൽ എടുത്തിട്ടുള്ളത്. അവിടെ എങ്ങനെയാണ്, യൂണിഫോം മോഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്, വെലോസിറ്റി ഉണ്ടാവുമോ, ഇല്ല. അപ്പോൾ ദാറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആണ്. ഓക്കെ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുക, ദാറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. അപ്പോൾ ഈ ഗ്രാഫുകളെല്ലാം ഒന്ന് വരച്ച് തന്നെ പഠിക്കുക, അതുപോലെ മനസ്സിലാക്കി പഠിക്കുക. വെലോസിറ്റിയും ടൈമും ആണ്. അപ്പോൾ അവിടെ യൂണിഫോം മോഷൻ ആയതുകൊണ്ട് എന്തുണ്ടാവില്ല, വെലോസിറ്റി ഉണ്ടാവില്ല. സോ ദാറ്റ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. അടുത്തത് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും. ഓക്കെ. സോ ദാറ്റ് വിൽ ബി ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫിൻ്റെ തന്നെ ഒരു ഏരിയയാണ് അടുത്ത ഇതിൽ ക്വസ്റ്റ്യനിൽ കാണിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അവിടുത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഓക്കെ. അതുപോലെ ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡാഷ്. അപ്പോൾ നമ്മൾ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കിട്ടിയിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സ്ലോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കിട്ടുക, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ y2 - y1, അതായത് y/x ആണ് എന്താ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താ കിട്ടുക, വൈ ആക്സിസിലുള്ളത് വെലോസിറ്റിയാണ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലേ കിട്ടുക. സോ ദാറ്റ് വിൽ ബി ആക്സിലറേഷൻ. സോ ആക്സിലറേഷൻ വിൽ ബി ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിഫൈൻ ആവറേജ് ആക്സിലറേഷൻ. എന്താണ് ആവറേജ് ആക്സിലറേഷൻ നോക്കാം. അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ടൈം ഇൻ്റർവെൽ ആണ്. അതായത് ദ ആവറേജ് ആക്സിലറേഷൻ ഓവർ എ ടൈം ഇൻ്റർവെൽ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ദ ടൈം ഇൻ്റർവെൽ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം, a is equal to v2 - v1/t2 - t1 ആണ്. ഓർ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽറ്റ v/ഡെൽറ്റ t. അപ്പോൾ ഇങ്ങനത്തെ
ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ. അതായത് എ ഈസ് ഈക്വൽ ടു v2 മൈനസ് v1, അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണെന്നുണ്ടെങ്കിൽ എന്ത് തുടങ്ങിയാൽ മതി, ഏത് ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് എന്ന് പറഞ്ഞിട്ട് ന്യൂമറേറ്ററിൽ എന്താണോ ക്വാണ്ടിറ്റി ഉള്ളത് അത് പറയാം, ടു എന്ന് പറഞ്ഞിട്ട് ഡിനോമിനേറ്ററിലുള്ള ക്വാണ്ടിറ്റി പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെ പറയാൻ പറ്റും, ദ ആവറേജ് ആക്സിലറേഷൻ ഓവർ എ ടൈം ഇൻ്റർവെൽ ഈസ് ഡിഫൈൻഡ് ആസ്, അത്ര എഴുതി കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ദ ടൈം ഇൻ്റർവെൽ, അത്ര എഴുതിയാൽ മതി. അപ്പോൾ ഇക്വേഷൻ പഠിച്ചിരുന്നാൽ ഡെഫിനിഷൻ എഴുതാൻ വളരെ എളുപ്പമാണ്. സോ എ വിൽ ബി ഈക്വൽ ടു v2 മൈനസ് v1 ബൈ t2 മൈനസ് t1, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ v ബൈ ഡെൽറ്റ ടി. ഇനി അതുപോലെ തന്നെ ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഓബ്ജക്റ്റ് മൂവിങ് വിത്ത്, 3 കേസസാണ് തന്നിട്ടുള്ളത്. ഇതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് പൊസിഷൻ ടൈം ഗ്രാഫാണ് ചോദിച്ചിട്ടുള്ളത്, അതിൻ്റെ പോസിറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ആകുമ്പോഴുള്ള പോസിറ്റീവ് ആക്സിലറേഷനാണ് നമുക്ക് ഫസ്റ്റ് കേസിൽ കൊടുത്തിട്ടുള്ളത്. പൊസിഷൻ വൈ ആക്സിസിൽ, ടൈം അലോങ് എക്സ് ആക്സിസ്. ഓക്കെ, അതുപോലെ തന്നെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ജസ്റ്റ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഗ്രാഫാണ്. അതേ ഗ്രാഫിൻ്റെ തന്നെ ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. സോ പൊസിഷൻ ടൈം ആണെന്നുള്ളത് ഓർത്തിരിക്കുക. അതേപോലെ അടുത്ത കേസിൽ സീറോ ആക്സിലറേഷനാണ്, അതായത് അത് ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് തേർഡ് കേസിൽ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഓബ്ജെക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ ദെൻ യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്, വെലോസിറ്റി ടൈം ഗ്രാഫാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കേസിൽ പൊസിഷൻ ടൈം ഗ്രാഫാണ് കണ്ടത്, ഇവിടെയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫാണ്, യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും, വെലോസിറ്റി ടൈമിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. വെലോസിറ്റി അലോങ് വൈ ആക്സിസ് ആണ്, എപ്പോഴും ടൈമാണ് എക്സ് ആക്സിസിൽ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നെഗറ്റീവ് ആക്സിലറേഷൻ, യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ ആകുമ്പോൾ എന്താണ് അത്, നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷനാണ് അല്ലെ, ആക്സിലറേഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ടൈം കൂടുന്നതിനനുസരിച്ച് എന്താണ് വെലോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫുകൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ഗ്രാഫുകളാണ് വരിക. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. The next question is, draw the velocity time graph of a stone thrown vertically upwards and comes back. അതായത് ഒരു സ്റ്റോൺ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു കഴിഞ്ഞ് അത് താഴത്തേക്ക് വരുന്നതിൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്റ്റോൺ എറിയുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് അവിടെ ഒരു പോയിന്റിൽ എന്തായിരിക്കും, വെലോസിറ്റി 0 ആയിരിക്കും അല്ലേ. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക്, അത് താഴത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവും നെഗറ്റീവും കാണിച്ചിട്ടുണ്ട്, +v ആൻഡ് -v ഉണ്ട്. അപ്പോൾ എന്താണ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വെലോസിറ്റി 0 ആയി. ദെൻ എഗെയിൻ ഇറ്റ് ഈസ് നെഗറ്റീവ് അല്ലേ, നെഗറ്റീവ് ആക്സിസിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അത് കാരണം അതിൻ്റെ ഡയറക്ഷനും കൂടെ ഇവിടെ കാണിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ താഴത്തേക്കുള്ള ഡയറക്ഷൻ കൂടി വരച്ചിട്ടുള്ളത്. ഇനി അടുത്ത കേസിൽ ഇതേപോലെ തന്നെ ഒരു സ്റ്റോണിൻ്റെ കേസ് തന്നെയാണ്. സോ സ്പീഡ് ടൈം ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം വരിക, അവിടെ സ്പീഡ് ടൈം ആകുമ്പോൾ എന്താണ്, ഡയറക്ഷൻ ഇമ്പോർട്ടൻസ് ഇല്ല അല്ലേ, ഡയറക്ഷൻ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ്, നേരത്തെ പോലെ തന്നെയാണ് സ്റ്റാർട്ടിങ്, അതായത് നമ്മൾ മുകളിലേക്ക് എറിയാണ് ചെയ്യുന്നത്, താഴത്തേക്ക് വരുമ്പോൾ എന്താണ് ചെയ്യുക, യെസ് ഇറ്റ് ഈസ് ഗോയിങ് ടു ദ സെയിം ഡയറക്ഷനാണ് കാണിച്ചിട്ടുള്ളത്. അടുത്ത കേസിൽ പറഞ്ഞിട്ടുള്ളത് ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് ദർ വിൽ ബി ഓൺലി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അങ്ങനെ ഉണ്ടാവുന്ന ഒരു കേസിനെയാണ് നമ്മൾ ഫ്രീലി ഫോളിംഗ് എന്ന് പറയുക. അപ്പോൾ ആ കേസിലുണ്ടാവുന്ന വെലോസിറ്റി ടൈം ഗ്രാഫാണ് കാണിച്ചിട്ടുള്ളത്. അടുത്തത്, ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ടു ഹാവ് സീറോ വെലോസിറ്റി വിത്ത് എ നോൺ സീറോ ആക്സിലറേഷൻ, ഗിവ് എൻ എക്സാമ്പിൾ. അതായത് ഒരു ബോഡിക്ക് ക്യാൻ ഇറ്റ് ഹാവ് സീറോ വെലോസിറ്റി, അതായത് അതിന് സീറോ വെലോസിറ്റിയാണ് പക്ഷേ ആക്സിലറേഷൻ ഉള്ള ഒരു കേസ്, നോൺ സീറോ ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ ഉള്ള കേസസ് പോസിബിൾ ആണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ഓർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളിപ്പോൾ ഒരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബോഡി ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഏറ്റവും ടോപ്പിലെത്തുന്ന സമയത്ത് പറഞ്ഞു അവിടെ വെലോസിറ്റി 0 ആണെന്ന് അല്ലേ. ആ വെലോസിറ്റി 0 ആവുന്ന സമയത്തും അവിടെ ആക്സിലറേഷൻ ഉണ്ടാവില്ലേ, യെസ് ദർ വിൽ ബി ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ പോസിബിൾ ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം, വെൻ എ ബോഡി ഈസ് ത്രോൺ അപ്വേർഡ്സ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ, അതായത് ഏറ്റവും മുകളിൽ എത്തുന്ന സമയത്ത് ആ ടോപ്പ് പോയിന്റിൽ അതിൻ്റെ വെലോസിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. ഇറ്റ്സ് വെലോസിറ്റി ഈസ് 0 ബട്ട് ഇറ്റ് ഹാസ് ആൻ ആക്സിലറേഷൻ. അപ്പോൾ അതിൻ്റെ മനസ്സിലായല്ലോ അല്ലേ, കാരണം എന്താണ്, അവിടെ ആക്സിലറേഷൻ വിൽ ബി ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ദിസ് സിറ്റുവേഷൻ ഈസ് പോസിബിൾ.
Next question is the velocity time graph of a ball thrown vertically upwards with an initial velocity is shown in figure. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള അതേ ഒരു ഗ്രാഫാണ്, അതായത് വെലോസിറ്റി ടൈം ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൻ്റെ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഇനീഷ്യലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 100 നിന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ മാർക്കിങ്സ് കാണാം 0, 50, 100 ആ രീതിയിലാണ് വെലോസിറ്റി ചേഞ്ചസ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ടൈം ഇൻ്റർവെൽ എടുത്തിട്ടുള്ളത് 5, 10, 15, 20 വരെയാണുള്ള ടൈം ഇൻ്റർവെല്ലാണുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാവുന്ന 3 ക്വസ്റ്റ്യൻസാണ് നമുക്ക് ആൻസർ ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ബോൾ, അതായത് ബോളിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോൾ ഡ്യൂറിങ് 20 സെക്കൻഡ്സ് ഫ്രം ദ ഗ്രാഫ്, അതായത് ബോൾ 20 സെക്കൻഡ് ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാണെന്നുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അതേപോലെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ഫ്രം ദ ഗ്രാഫ്, അതായത് ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇനി 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇനീഷ്യൽ വെലോസിറ്റിയാണ്, അത് ഡയറക്റ്റ്ലി നമുക്ക് ഗ്രാഫിൽ നോക്കിയാൽ കിട്ടുന്നതാണ് അല്ലേ. സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി എവിടെ നിന്നാണ് നോക്കി നോക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലാണ്. അപ്പോൾ അവിടുത്തെ പെർട്ടിക്കുലർ വെലോസിറ്റി എത്രയാണ്? യെസ്, ദാറ്റ് ഈസ് 100 ആണ് അല്ലേ. 100 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന വെലോസിറ്റി, അതാണ് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബോൾ, അതായത് 20 സെക്കൻഡ്സ് ആവുന്ന സമയത്ത് അത് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കണ്ടതാണ് അല്ലേ. അതായത് ദ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് തരാം നമുക്ക്? സോ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ഫ്രം ദ ഗ്രാഫ്. അപ്പോൾ നമ്മൾ ആക്സിലറേഷൻ എങ്ങനെയെന്ന് പറഞ്ഞതാണ് അല്ലേ. സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? y2 - y1 by x2 - ആക്സിലറേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് അങ്ങനെയാണ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ് v2 - v1 by t2 - t1 അല്ലേ വരിക. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറയുന്നത് അതായത് 0 മുതൽ വെലോസിറ്റി വരെ ഉള്ള ഡിസ്റ്റൻസിൽ ഉണ്ടാവുന്ന ടോട്ടൽ ഏരിയ കാണുന്നുണ്ടെങ്കിൽ ഇതിന് 2 പാർട്ട് ആയിട്ട് കാണാം അല്ലേ. അതായത് ഇവിടെ 2 ട്രയാങ്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അവരുടെ രണ്ടിന്റെയും മൈനസ് കണ്ടാൽ മതി, എന്നിട്ട് അതിനെ ആഡ് ചെയ്താൽ മതി. ടോട്ടൽ ഫസ്റ്റ് ഏരിയ എങ്ങനെ വരാം? ഹാഫ് ഇൻറ്റു v1 ആക്സിലറേഷൻ കിട്ടുന്ന എത്രയാണ്? -2 v2 x2 എന്ന് പറയുന്നത്. ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ b1 എന്ന് പറയുന്നത് എത്രയാണ്? 0 to ഈ വീഡിയോ 10 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഹൈറ്റ് എത്രയാണ്? 100 ആണ്. അടുത്ത ഹാഫ് ഇൻറ്റു 10 into 100 പോർഷൻസ് പ്ലസ് ഹാഫ് ഇൻറ്റു വരുന്ന ബാക്കിയുള്ള തിരിച്ചും വരുന്നത് 10 into 100 ആണ്. സോ ടോട്ടൽ will be 1000 മീറ്റർ. വീഡിയോ നിങ്ങൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും 1000 സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ക്ലിയർ? ടേക്ക് കെയർ.